2025 നീറ്റിലെ കുട്ടികളുടെ ഒരുപാട് ടൈം കൺസ്യൂം ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ ഇത് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ നോക്കാം. Given below are the stages in the life cycle of pteridophytes. Arrange the following stages in the correct sequence. അപ്പോൾ ചോദിച്ചിട്ടുള്ളത് ലൈഫ് സൈക്കിൾ ഓഫ് ടെറിഡോഫൈറ്റ് ആണ്. സോ സ്റ്റാർട്ടിങ് ഫ്രം മെയിൻ പ്ലാൻ ബോഡി ഈസ് സ്പോറോഫൈറ്റ്. അപ്പോൾ മെയിൻ പ്ലാൻ ബോഡിയിൽ നിന്നും സ്പോറോഫിൽ, സ്പോറോഫിലിൽ നിന്നും സ്പൊറാഞ്ചിയ, സ്പൊറാഞ്ചിയയിൽ നിന്നും സ്പോർ മദർ സെൽ, സ്പോർ മദർ സെൽ അണ്ടർഗോ മിയോസിസ് അല്ലെങ്കിൽ നമുക്ക് പറയാം റിഡക്ഷണൽ ഡിവിഷൻ. എന്നിട്ട് സ്പോർ ഉണ്ടാകുന്നു. സ്പോറിൽ നിന്നും ഗ്യാമിറ്റോഫൈറ്റ്, ഗ്യാമിറ്റോഫൈറ്റിന്റെ മറ്റൊരു പേരാണ് പ്രോതാലസ്. അവിടെ നിന്നും ആന്ത്രീഡിയം, അതുപോലെ തന്നെ ആർക്കിഗോണിയം. ആന്ത്രിഡത്തിൽ നിന്നും മെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള ആന്ത്രോസോയിഡ്സ് ഉണ്ടാകുന്നു. ആർക്കിഗോണിയത്തിൽ നിന്നും ഫീമെയിൽ ഗ്യാമീറ്റ് ആയിട്ടുള്ള എഗ് ഉണ്ടാകുന്നു. രണ്ടും ഫെർട്ടിലൈസേഷൻ നടന്നിട്ട് സൈഗോട്ട്, ദെൻ എംബ്രിയോ, ദെൻ മെയിൻ പ്ലാന്റ് ബോഡി, ദാറ്റ് ഈസ് സ്പോറോഫൈറ്റ്. സോ കമ്മിങ് ടു ഓപ്ഷൻസ്. മിയോസിസ് ഇൻ സ്പോർ മദർ സെൽ, അവിടെ സ്പോർ മദർ സെല്ലിൽ മിയോസിസ് നടക്കുന്നു. ഇതാണ് ഫസ്റ്റ് ഇവന്റ്. അത് കഴിഞ്ഞിട്ട് അവിടെ നേരെ പ്രോതാലസ് സ്റ്റേജ് ഉണ്ടാകുന്നു, അതായത് ടെറിഡോഫൈറ്റിന്റെ ഗ്യാമിറ്റോഫൈറ്റ്. എന്നിട്ട് ഫോർമേഷൻ ഓഫ് ആർക്കിഗോണിയ ആൻഡ് ആന്ത്രീഡിയ ഇൻ ഗ്യാമിറ്റോഫൈറ്റ്, ഇതാണ് മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത്. എന്നിട്ട് അവിടെ നിന്നും ആന്ത്രോസോയിഡ്സ്, അതുപോലെ തന്നെ ആർക്കിഗോണിൽ നിന്നും എഗ്ഗും വരുന്നു. അതാണ് നാലാമത്തെ സ്റ്റേജ് ആയിട്ട് വരുന്നത്. എന്നിട്ട് രണ്ടും എന്ത് നടക്കുന്നു? ഫെർട്ടിലൈസേഷൻ നടക്കുന്നു. ഇങ്ങനെയാണ് 1, 2, 3, 4. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ശ്രദ്ധിച്ച് മനസ്സിലായി. ഓപ്ഷൻ 1 ആണ് റൈറ്റ് ആൻസർ.